നമസ്കാരം. പത്തടി അലുവയുടെ 6ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. കാരണം എനിക്ക് റീസെൻ്റ്ലി ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും അങ്ങനെ എനിക്കായി തിരക്കായിപ്പോയി. അപ്പോൾ 6ാമത്തെ പാർട്ട് തുടങ്ങാം. യക്ഷിത്തള്ളയുടെ തുണികൾ ഓരോന്നായി അയയിൽ നിന്ന് മീരമോളെടുത്ത് മടക്കി അടുക്കി വെക്കാൻ തുടങ്ങി. മരഒരി പോലെ കടുപ്പമുള്ള തുണികൾ കൂടിയും ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറെ നേരം താൻ ഉറങ്ങിപ്പോയിരുന്നിരിക്കണം. എന്തായാലും ഒരു കാര്യം ഭാഗ്യമായി. ആ കിഴട്ടുതള്ള തൻ്റെ ഉറക്കത്തിനിടയ്ക്ക് വന്നു കയറിയില്ല. വന്നു കയറിയിരുന്നെങ്കിൽ അവർ കൂടെ ഭീഷണിപ്പെടുത്താറുള്ള കാര്യം നടപ്പിൽ വന്നു പോയനെ. അവർ തന്നെ പിടിച്ച് കടിച്ചു കീറി തിന്നു കളഞ്ഞേനെ. തുണികൾക്ക് സൂര്യരശ്മിയുടെ ചൂടേറ്റ് ഒരു പ്രത്യേക ഗന്ധം ലഭിച്ചിരുന്നു. മീരമോൾക്ക് ആ ഗന്ധം തലച്ചോറിനകത്ത് ഒരു മരവിപ്പ് പടർത്തുന്നത് പോലെ തോന്നിച്ചു. അവൾ തുണിക്കെട്ടുകളുമായി അടുക്കള മുറിയിൽ കയറി. ഒരു മേശപ്പുറത്ത് അവ ശ്രദ്ധയോടെ കൊണ്ടുവച്ചു. ഹാവോ, ഇനിയും ആ തള്ള എന്നെ തിന്നു മുമ്പ് എന്ത് ജോലിയാണോ ഏൽപ്പിക്കാൻ പോകുന്നത്? അങ്ങനെ വിചാരിച്ചുകൊണ്ട് മീര അകത്തെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ യക്ഷിത്തള്ളയുടെ ശബ്ദം പുറത്തെ വാതിൽക്കൽ കേട്ടു. തുണി ഉണക്കിയോടി പെണ്ണേ, എങ്കിൽ നിനക്കൊരു പുതിയ ജോലി ചെയ്യാനുണ്ട്. എവിടെ അവൾ? അത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും യക്ഷിത്തള്ള മുറിക്കകത്ത് കടന്നു കഴിഞ്ഞിരുന്നു. മേശപ്പുറത്ത് കഴുകി ഉണക്കി അടുക്കി വച്ചിരുന്ന തുണിക്കെട്ട് കണ്ട് വൃദ്ധ ഒന്ന് ഞെട്ടി. ചുവന്ന് കലങ്ങിയ ചുറ്റും ചുളി വീണ കണ്ണുകൾ ഒന്നുകൂടി തുറന്ന് മുമ്പിൽ കണ്ട കാഴ്ചയിൽ വിശ്വാസം വരാത്തതുപോലെ അവർ തുണിക്കെട്ടിലേക്ക് നോക്കി. എല്ലാം കഴുകി ഉണക്കി കഴിഞ്ഞു അവൾ? ഇത്ര പെട്ടെന്നു? വൃദ്ധയുടെ ആത്മഗതം ഉറക്കിയായിപ്പോയി. വൃദ്ധയുടെ കണ്ണുകൾ തുണിയിൽ നിന്ന് ചിറക് വീശി ഉണർന്ന് മീരമോളുടെ നേരെ പറന്നു. മുറിയുടെ മീലയിൽ സംഭ്രമിച്ചൊതുങ്ങി നിന്നിരുന്ന മീരയെ അവർ തെല്ലത്ഭുതത്തോടെ ഒന്നൊഴിഞ്ഞു നോക്കി. എടി കേമി, ഞാൻ വിചാരിച്ചതിനേക്കാൾ വിളഞ്ഞ പെണ്ണാണല്ലോ നീയെ. നിനക്കിനിയും ഞാൻ ചില ജോലികൾ ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി നീ ചെയ്തു തീർക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് വേണം നിന്നെ തിന്നുന്നത് എപ്പോൾ വേണമെന്ന് നിശ്ചയിക്കുന്നത്. യക്ഷിത്തള്ള വികൃതമായി ചിരിച്ചു. നഖങ്ങൾ വളർന്ന് വളഞ്ഞ കാലുകൾ വീശി മുന്നോട്ട് നടന്നു വന്ന് തുണിക്കെട്ട് ഒരു കൈയിൽ വാരിയെടുത്ത് അവർ നടന്നു. വാതിൽക്കലെത്തി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വൃദ്ധയുടെ വാക്കുകൾ ഉയർന്നു. എടി, ആ അടുക്കള മൂലയിൽ എവിടെയെങ്കിലും വല്ല വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ നീ അതെടുത്ത് കുടിച്ച് തയ്യാറായി നിൽക്ക്. ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. അവർ തിടുക്കത്തിൽ കോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. അടുക്കളയിലെങ്ങും തനിക്ക് കഴിക്കാൻ പറ്റിയ ഒന്നും ഇരിപ്പുണ്ടാവില്ലെന്ന് മീരമോൾക്ക് അറിയാമായിരുന്നു. ഒരു പക്ഷേ യക്ഷിത്തള്ളയുടെ വല്ല മന്ത്രബലത്താലോ മറ്റോ എന്തെങ്കിലും ഇനി ഉണ്ടായാലായി. മീര അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ഒരു പാത്രത്തിൽ തണുത്തുറഞ്ഞ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? നേരത്തെ ഇങ്ങനെ ഒരു പാത്രവും അതിൽ കുറച്ച് പാലും ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പാൽപാത്രം അവൾ കയ്യിലെടുത്തത്. തണുത്ത പാൽപാത്രത്തിലെ മരവിച്ച പാൽ കുടിച്ച് മനം മടുപ്പുണ്ടാക്കാൻ മീരയ്ക്ക് മനസ്സ് വന്നില്ല. അത് കഴിച്ചില്ലെങ്കിൽ വൃദ്ധയുടെ കൈകൊണ്ട് തനിക്ക് മരിക്കേണ്ടി വരുമല്ലോ എന്നവൾ വിചാരിച്ചു. എന്തായാലും പാൽ കുടിച്ച് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് നോക്കാം. ഭാഗ്യം ഇനിയും തനിക്ക് അനുകൂലമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. പാൽ കുടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾ ഒരു വസ്തുത മനസ്സിലാക്കി. താൻ പിടിച്ചിരിക്കുന്ന പാൽപാത്രം പെട്ടെന്ന് ചൂടാകാൻ തുടങ്ങിയിരിക്കുന്നു. അതിലെ മരവിച്ചുറഞ്ഞിരുന്ന പാലിന് മുകളിൽ ആവിപ്പുക ഉയരാനും തുടങ്ങിയിരുന്നു. മീരമോൾ പെട്ടെന്ന് പാൽപാത്രം താഴെ വച്ചു. പാൽപാത്രം താഴെ വച്ചപ്പോൾ അവൾ മറ്റൊരു അതിശയത്തിന് കൂടെ സാക്ഷിയായി. മറ്റൊരു പാത്രത്തിൽ താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പലഹാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നേരത്തെ അനുഭവിച്ചതിനേക്കാൾ ഒരു പടി കൂടി കടന്ന അത്ഭുതമാണ് മീരമോൾക്ക് തോന്നിയത്. അവൾ ചുറ്റും നോക്കി. നേരത്തെ ആരോ തന്ന കേക്ക് കഴിച്ച് രുചിമാറാത്ത തൻ്റെ നാവിന് പിന്നെയും ആരോ മധുര വിഭവങ്ങൾ തന്നിരിക്കുന്നു. ഒരു ലോപവുമില്ലാതെ തന്നെ പട്ടിണിക്കിട്ട് കൊല്ലുമെന്ന മട്ടിൽ സംസാരിക്കുന്ന യക്ഷിത്തള്ളയല്ലാതെ മറ്റാരുമില്ലാത്ത ഈ കോട്ടയ്ക്കകത്ത് അത്ഭുതങ്ങളിൽ അത്ഭുതം പകരുന്ന ഈ നടപടി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും മീരമോൾക്ക് മനസ്സിലായില്ല. എന്താ നോക്കി നിൽക്കുന്നത്? അതെല്ലാം നിനക്കുള്ളതാണ്. മുൻപത്തെ പോലെ സന്തോഷത്തോടെ അതെല്ലാം കഴിച്ച് തയ്യാറായിരിക്കൂ. ഇനി അവർ നിനക്ക് തരാൻ പോകുന്ന ജോലി ഏറെ ഭാരിച്ചതാണ്. വേഗമാകട്ടെ, വേഗം കഴിച്ചോളൂ. മൃദുലമായ ഒരു ശബ്ദം തൊട്ടടുത്ത് അവൾ കേട്ടു. അപ്പോൾ അവൾക്കുണ്ടായത് സന്തോഷമായിരുന്നില്ല, സംഭ്രമമായിരുന്നു. മീരയുടെ നീല കണ്ണുകളിൽ പരിഭ്രമം ചിറകുവിരിച്ചു.
മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയാലോ എന്ന് അവൾക്ക് തോന്നി. യക്ഷിത്തള്ള വികൃത രൂപിയാണെങ്കിലും തൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ അവർ നിൽക്കുമ്പോൾ പരിഭ്രമം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ രൂപമില്ലാത്തൊരു ശബ്ദത്തിൻ്റെ ഉടമയെ എങ്ങനെ നേരിടാൻ കഴിയും? മുറിവിട്ട് പുറത്തു പോവുകയല്ലാതെ മറ്റൊന്തു ചെയ്യാൻ? അതുകൊണ്ടാണ് അവൾ മുറിവിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചത്. ഭയക്കേണ്ട, നിന്റെ നന്മയിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശക്തിയാകൂ. വേഗം ആഹാരം കഴിച്ച് അടുത്ത പരീക്ഷണത്തിന് തയ്യാറാകൂ കുട്ടി. ഇത്തവണ ശബ്ദം കുറെ കൂടെ വ്യക്തമായിരുന്നു. അടുത്ത് എവിടെ നിന്നോ ആയിരുന്നു ശബ്ദം ഉയർന്നിരുന്നതെങ്കിലും അത് അനന്തതയിൽ എവിടെ നിന്നോ മുഴങ്ങിക്കേൾക്കുന്നത് പോലെ മീരയ്ക്ക് തോന്നി. നേർത്ത പരിഭ്രമത്തോടെയാണെങ്കിലും മീര ആ പലഹാരവും പാലും ഭക്ഷിക്കാൻ തുടങ്ങി. ഇനിയും നീ എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം. നിനക്ക് ഭക്ഷണം ആവശ്യമുള്ളപ്പോൾ ആ അടുക്കള മൂലയിലിരിക്കുന്ന ചെമ്പു പാത്രത്തിൻ്റെ അടപ്പ് തുറന്നു നോക്കുക. അതിൽ നീ ആഗ്രഹിക്കുന്ന പലഹാരം എല്ലാം ഉണ്ടാകും. ശബ്ദം പിന്നെയും ആ മുറിയിൽ ഒഴുകി നടന്നു. പലഹാരം തിന്നു കഴിഞ്ഞപ്പോൾ പുറത്തക്ഷിത്തള്ളയുടെ ശബ്ദം ഉയരുന്നത് മീര ശ്രദ്ധിച്ചു. എടി പെണ്ണേ, ഇങ്ങോട്ടിറങ്ങി നിൽക്ക്, വൃദ്ധ വിളിച്ചു. മീരമോൾ ഒരു യന്ത്രം പോലെ വൃദ്ധയുടെ ആജ്ഞ സ്വീകരിച്ചു. അടുക്കള മുറിയുടെ അടുത്തുള്ള വലിയ ഇടനാഴിയിലാണ് വൃദ്ധ നിന്നിരുന്നത്. അവരുടെ കയ്യിൽ ഒരു വലിയ താക്കോലുണ്ടായിരുന്നു. താക്കോൽ മീരയുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് വൃദ്ധ അട്ടഹസിച്ചു. ആ വഴിയുടെ അങ്ങേയറ്റത്ത് ഒരു മുറിയുണ്ട്. അതിൻ്റെ താക്കോലാണിത്. ആ മുറി തുറന്ന് അതിൻ്റെ മൂലയിലിരിക്കുന്ന ചൂലെടുത്ത് മുറി മുഴുവൻ നന്നായി തൂത്തുവാരണം. ഇന്ന് രാത്രി കഴിയും മുമ്പ് ആ മുറി വൃത്തിയാക്കി താക്കോൽ എൻ്റെ മുമ്പിൽ എത്തിച്ചില്ലെങ്കിൽ നിന്റെ തല നാളെ ഈ കോട്ടപ്പുറത്ത് കഴുകൻ കൊത്തി വലിക്കും, കേട്ടോ? മുമ്പിൽ വലിയ ശബ്ദത്തോടെ വന്നു വീണ താക്കോൽ മീരമോൾ കുനിഞ്ഞെടുത്തു. അവളുടെ കൊച്ചു കൈകൾക്ക് താങ്ങാനാവാത്തതിൽ കവിഞ്ഞ ഭാരമുണ്ടായിരുന്നു ആ താക്കോലിന്. തണുത്തു മരവിച്ചിരുന്നു ആ താക്കോൽ. തനിക്ക് ആഹാരം തന്ന് സഹായിച്ച ശബ്ദത്തിൻ്റെ ഉടമ തൻ്റെ ഈ കഷ്ടപ്പാട് കാണുന്നുണ്ടോ എന്നറിയാൻ നിറകണ്ണുകളോടെ മീര ചുറ്റും നോക്കി. പക്ഷേ ഒരു നേർത്ത ശ്വാസത്തിൻ്റെ അല പോലും ആ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നിരുന്നില്ല. അവൾ ആ താക്കോലുമായി വരാന്തയിലൂടെ അങ്ങേയറ്റത്തെ മുറി ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ നമ്മുടെ 6ാമത്തെ പാർട്ട് ഇവിടെ കഴിയുകയാണ്. അപ്പം മീര മോൾക്ക് അടുത്തിനി എന്തൊക്കെ ടാസ്കുകളാണെന്നും അതുപോലെ ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്നും അത് കഴിഞ്ഞ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും നമുക്കിനി വരുന്ന പാർട്ടുകൾ കാണാം. ഓക്കെ, സ്റ്റേ സേഫ്. ബൈ എവരിവൺ.